അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാട്ടോ, മധുരാധിപതി എന്നുള്ള ചാനൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണേലും നമുക്ക് ഭഗവാനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഭഗവാനോട് ഭക്തിയുള്ള ആൾക്കാർക്ക് ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഭഗവാനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മളോട് ഓരോരുത്തർ കൃഷ്ണനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇന്നലെ തറവാട്ട് പോയപ്പോൾ സജിന പറഞ്ഞു, സജിനും മധുവും കൂടിയിട്ട് മധുവും കുട്ടികളെ കൂട്ടി തലേ ദിവസം ഗുരുവായൂരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഉള്ളിൽ കയറിയിട്ട് തൊഴണമെന്നുണ്ട്, എനിക്ക് ക്യൂലൊക്കെ നിന്നിട്ട്. പക്ഷേ ഈ കുട്ടി ചെറിയ കുട്ടിയാണ്, ചാരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചാരുവിനൊക്കെ എടുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അവർ പുറത്ത് നിന്നിട്ട് ആണ് തൊഴുതത്. പക്ഷേ അവർക്ക് ഉള്ളിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സജിന പറഞ്ഞു നമുക്ക് ഉള്ളിൽ കയറായിരുന്നു, മധുവിനും ആഗ്രഹമുണ്ട് ഉള്ളിൽ കയറാം, പക്ഷെ നല്ല തിരക്കല്ല. അപ്പോൾ കുട്ടീനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ അവർ ഇത്തിരി വിഷമത്തോടെ തന്നെ അങ്ങോട്ട് അവിടെ ഫ്രണ്ടിൽ തൊഴുതിട്ടൊന്നും ഇങ്ങോട്ട് നടന്നു. ഇത്ര ഒരു 2 അടി വെച്ചപ്പോൾ ഇത്ര ഒരാൾ ഓടി കത്തിച്ചിട്ട് വരുന്നു. അയാളെ മേലെ ഒരു ഷർട്ടൊന്നും ഇട്ടില്ല, ഒരു ഷാളാട്ടിട്ടുള്ളത്. അപ്പോൾ അയാൾ ഓടി കത്തിച്ച് വന്നിട്ട് ഇവരോട് ചിത്രം ഞങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് തൊഴണോ ചോദിച്ചു. ഇത്ര ഞാൻ പാസ് എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അവിടെ കയറാൻ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3 ആൾക്കുള്ള പാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പാസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉള്ളിൽ കയറിക്കോളൂ പറഞ്ഞു. ഇവർക്ക് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇവർ മനസ്സിൽ ഇങ്ങോട്ട് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ തന്നെ ഇപ്പോൾ എന്താ അയാളോട് പറയേണ്ടത്? കാരണം ഇവർ വിചാരിച്ച കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ചാരുവാണ് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇവർ 3 ആൾ കറക്റ്റാണേനും. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, സന്തോഷം കൊണ്ട് ഇവർ എന്തായാലും അയാൾ ആ പാസ് കൊടുത്തിട്ട് ഇവർ വേഗം ഒരു 2 മിനിറ്റ് അങ്ങനെ നിന്നിട്ടുള്ള VIP കാരെ കയറ്റി വിടല്ലോ. അപ്പോൾ അത് കൂടെ അവർ ഉള്ളിൽ കയറിയിട്ട് ഭഗവാനെ തൊഴുതു. സജനൊക്കെ ആണെങ്കിൽ സങ്കടം വന്നിട്ട്, കാരണം അവൾ വിചാരിച്ചതാണേനും. അപ്പോൾ അങ്ങനെ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചിട്ടൊക്കെ പുറത്ത് വന്നു. അപ്പോൾ സജന വന്നോടനെ തന്നെ സജനക്ക് അറിയണേ എല്ലാവരോടും ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പറഞ്ഞിട്ട് സജന എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭഗവാനോട് പ്രിയമുള്ള അല്ലെ ഭഗവാനും അത്രയും മനസ്സിൽ അത്രയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂർ ചെല്ലുമ്പോൾ അവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഭഗവാൻ തിരിച്ച് പറഞ്ഞയക്കില്ല. എന്തൊക്കെ പരീക്ഷണങ്ങൾ, ചിലപ്പോൾ ഭഗവാൻ്റേതായ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വേദനിപ്പിച്ച് പറഞ്ഞയക്കില്ല. അപ്പം ഞാനത് പറയട്ടെ, കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. അപ്പോൾ ഞാനതൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.